ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ളു സോദര, ദൈവത്തിനായി ജീവിക്കാം. നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നല്ലോ, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ. നന്മയ്ക്കായി മാത്രമേ ചെയ്യുന്നല്ലോ, കഷ്ടതയിൽ നമ്മെ താൻ കൈവിടുമോ. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. പാപങ്ങളെല്ലാം മോചിക്കുന്നു, രോഗങ്ങളെല്ലാം സുഖമാക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തിനായി ജീവിക്കാം. നിരാശപ്പെടാൻ കാര്യം പറ്റുന്നെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ. നിരാശപ്പെടാൻ കാര്യം പറ്റുണ്ടെങ്കിൽ ആനന്ദിപ്പാനുള്ളതായിരങ്ങൾ. കരഞ്ഞു നിന്നായുസ് പാഴാക്കരുതേ, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. കരഞ്ഞു നിന്നായുസ് പാഴാക്കരുതേ, സ്തുതിച്ചു നിൻ വിശ്വാസം വെളിവാക്കിടുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം നാം യേശുരാജനെ. പാടാം നമ്മെ മറന്നു നമ്മൾ സ്തുതിക്കാം യേശുരാജനെ. ദൈവത്തെ ആരാധിക്കാം. സോദര, ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തിനായി ജീവിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തെ ആരാധിക്കാം. ഈ ഒരാഴ്ച നമുക്കുള്ള സോദര, ദൈവത്തിനായി ജീവിക്കാം. ദൈവത്തിനായി ജീവിക്കാം. ഈ അമ്പലൂർ പ്രദേശത്തിന് നടുവിൽ സത്യസുദേശമായി പരിശോധമായി ഈ പ്രദേശത്തിന്റെ സമാപന സ്ഥലമായിരിക്കുന്ന നമ്മുടെ ദേശത്തേക്ക് കടന്നു വരുവാൻ കർത്താവ് കൃപനായ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഇന്ന് നടക്കുന്ന ലോകസമ്മതങ്ങൾ പലതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി നമ്മൾ കാണപ്പെടുന്നു. എവിടെ നോക്കിയാലും അതേ സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ശാന്തിയില്ലാതെ മനുഷ്യൻ പലതും ചെയ്ത് ജീവിതം അവസാനിപ്പിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം മറ്റൊരു രക്ഷയില്ല എന്ന് വീണ്ടും ഈ പ്രദേശത്ത് വിളിച്ചു പറയുവാൻ ഒരേ ഒരു മാർഗമുള്ള യേശുക്രിസ്തുവിന്റെ മാർഗമല്ലാതെ വേറൊരു മാർഗമില്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ 70 വയസ്സ് കഴിഞ്ഞാൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. നമ്മുടെ മാറ്റപ്പെടുന്ന കാലയളവ്, സ്വർഗം നമുക്ക് വെച്ചിരിക്കുന്ന ഈ കാലയളവ് നമ്മൾ മുഖാന്തരം നശിപ്പിക്കുവാനല്ല, നമ്മൾ മുഖാന്തരം തീർത്തു കളയാനല്ല. ഒരു കാര്യം ഉറപ്പോടെ വിളിച്ചു പറയും, ദൈവമെന്ന ആയുസ്സിനെ ദൈവത്താൽ തന്നെ തിരിച്ചു പോകേണ്ടതാകുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. നമുക്കറിയാം, സമാധാനമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന പോലെ ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ വിലപ്പെട്ട ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാണ്? നാം എന്ത് നേടിയാൽ എന്ത് കൊണ്ടാണ് ഈ ഭൂമിയിൽ നമ്മൾ
എന്നാൽ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. അതിനുപരിയായി ഒരു കാര്യം ഉറപ്പോടെ വിളിച്ചു പറയുന്നു, അവൻ ഭൂലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം വച്ചിട്ടുണ്ട്. അവ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ദേശത്തിന്റെ നടുവ് അമ്പലൂർ ദേശത്ത് അവ ചുറ്റുവട്ടത്തെ വീടിന്റെ അതേ അകത്തളങ്ങളിൽ പുറത്ത് അതേ കവലകളിൽ അവ ആയിരിക്കുന്ന ഓരോ സുഹൃത്തുക്കളോട് ഇന്ന് വരെ ഒറ്റ കാര്യമുള്ളൂ, അവ മറ്റൊരു രക്ഷയില്ല, യേശു ക്രിസ്തു അല്ലാതെ രക്ഷാമാർഗമില്ലെന്ന് ഇന്ന് പകൽക്കാലം ഉറക്കെ വിളിച്ചു പറയുന്നു. നമുക്ക് സമാധാനം തരുവാൻ യേശു മാത്രമേ കഴിയത്തുള്ളൂ. അവ ജീവിതം നമ്മൾ അവസാനിപ്പിക്കാൻ കഴിയത്തില്ല. എന്തെങ്കിലും മാർഗത്തിലൂടെ എനിക്ക് ജീവിക്കണ്ട, എന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറയാൻ ഒരിക്കലും കഴിയത്തില്ല. അവ യേശുവിന്റെ അടുക്കിലേക്ക് നിങ്ങൾ വന്ന നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരുവൻ അവ യേശു മാത്രമേ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കലും മനുഷ്യൻ തന്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് അവൻ തന്റെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് നടത്തപ്പെടുവാൻ ബാക്കി. ഇനി ജീവിതം വേണ്ട, ഇനി മരണം മാത്രം മതി എന്ന് തന്റെ ജീവിതത്തിൽ ചിന്തിക്കുവാനിടയാക്കി. എന്നാലും ഒരു പകൽക്കാലം വൈകി വരെ വിളിച്ചു പറയട്ടെ, ആ മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് അവൻ നാം സ്നേഹിക്കുന്ന നമ്മൾ ഒരുപോലെ അറിയുന്ന യേശു കർത്താവിനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയാക്കി. അദ്ദേഹം നല്ലൊരു മനുഷ്യനായി ലോകത്തിലെ പല ജീവിതം നയിച്ചു പോയ അദ്ദേഹത്തെ യേശുവിന്റെ സ്നേഹത്താൽ അദ്ദേഹത്തെ പിടിച്ചടക്കുവാനിടയാക്കി. അതുകൊണ്ട് ഓർക്കണമേ, നമ്മുടെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല. മരണം എല്ലാവർക്കും ഉണ്ട്, മരിച്ചേ മതിയാകോ. മരണം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഒരു കാര്യം ഉറപ്പാ, ഇന്ന് മകൾ മരിച്ചാൽ നമ്മുടെ നിത്യത എവിടെയെന്ന് നാം ഇന്ന് മകൾ ചിന്തിച്ചിട്ട് ഈ പ്രസംഗവേദിയിൽ നിന്ന് കവലത്തിൽ കേൾക്കുന്ന വ്യക്തികൾ കടന്നു പോകാറ്. നമുക്കറിയ സകല മനുഷ്യ ലോകത്തെ പിടിച്ചടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ 33ാമത്തെ വയസ്സ് താടി ലോകത്ത് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന് വലിയ രോഗമില്ലായിരുന്നു. ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി, ചെറിയൊരു പനി വന്ന് ജ്വരം വന്ന് അദ്ദേഹത്തിന്റെ 33ാമത്തെ വയസ്സിൽ ലോകത്തിൽ മാറ്റപ്പെട്ടു. അലക്സാണ്ടർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഒന്നുമില്ലാത്തവനായി വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു. അവൻ അദ്ദേഹത്തിന്റെ സമൂഹക്ക് അദ്ദേഹത്തിന്റെ പ്രതികളോട് പറഞ്ഞു, അവൻ 2 കൈ ഷോപ്പെട്ടിക്കാത്ത് അവനെ കിഴിച്ചിട്ട് എന്റെ കൈകൾ പുറത്തേക്കിടുന്നു. അവൻ പെരുമ്പറ മടിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്നു, അലക്സാണ്ടർ ചക്രവർത്തി ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാത്തവനായി പോകുന്നു, വെറുതെ വന്നു, വെറും കൈയോടെ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്രയുള്ള മനുഷ്യ ജീവിതം, ഇത്രയുള്ള മനുഷ്യായുസ് ഈ ലോകത്തെല്ലാം നമ്മൾ നേടിയാൽ ഇതെല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകേണ്ടതാകുന്നു. എന്നാൽ മറ്റൊന്ന് നമുക്ക് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്, അത് നിത്യത എന്നതാണ്. ആ നിത്യത എന്നതാണ് ജനനം എന്ന 3 അക്ഷരത്തെ, ജീവിതം എന്ന 3 അക്ഷരം തുടങ്ങി മരണം എന്ന 3 അക്ഷരത്തിൽ അവസാനിക്കല്ല. എന്നാൽ മരണത്തിനപ്പുറമായി 3 അക്ഷരം നിത്യത എന്ന തുടക്കം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതിനാൽ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. തുടർന്ന സമയത്ത് ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ മൂലീശാകൻ മുമ്പോട്ട് കടന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം സംസാരിക്കുക. കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാവട്ടെ. സ്വതന്ത്ര ഇന്ത്യയുടെ 79ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന നിമിഷത്തില് ഞങ്ങൾക്ക് ഈ സുവിശേഷവുമായി ഈ വലിയ സന്തോഷമായി ഈ പ്രദേശത്ത് കടന്നു വരുവാൻ സർവശക്തിയുള്ള ദൈവം ഒരുക്കിയ സാവകാശത്തിനായി സ്തുതിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞതുപോലെ ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ. പ്രിയ സ്നേഹിത, ഒരേ ഒരു ജീവിതമേ നമുക്കുള്ളൂ, ഒറ്റ ഒരായുസേ നമുക്കുള്ളൂ. അപ്പൊ ഈ ആയുസ് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. സുവിശേഷം, നല്ല വാർത്ത. ഈ നല്ല വാർത്ത കേൾക്കുവാൻ ഞങ്ങൾ ഈ ദേശനിവാസികളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ഞങ്ങളുടെ മാതാക്കളെ, പിതാക്കളെ, സഹോദരരെ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. നിങ്ങൾ അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. രാഷ്ട്രീയപരമായും മതപരമായും എല്ലാ തരത്തിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുന്നവരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നല്ല വാർത്തയുമായി ഞങ്ങൾക്ക് ഇവിടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, പാട്ടുകാരൻ പാടിയതുപോലെ ഈ ഒരായുസേ നമുക്കുള്ളൂ സ്നേഹിത. അപ്പൊ നമ്മുടെ ആയുസ് ഒന്നേ ഉള്ളത് നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെ ഈ ലോകത്തിൽ വിനിയോഗിക്കുന്നത് എന്നുള്ളതിനാണ് വിലയുള്ളത്. ദേവദാസൻ പറഞ്ഞതുപോലെ അലക്സാണ്ടർ ചക്രവർത്തി കടലും കൂടെ കടലിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമുദ്രമേ, നീ ഒരു കരയായിരുന്നെങ്കിൽ നിന്നെയും കൂടെ ഞാൻ കീഴടക്കുമായിരുന്നു എന്ന് വെച്ചാൽ അത്ര ചങ്കൂറ്റമുള്ള, അത്ര ബലമുള്ള, ശക്തിയുള്ള ഒരു രാജാവായിരുന്നു അലക്സാണ്ടർ.
എന്നാൽ അലക്സാണ്ടർ ചക്രവർത്തി അവസാന നിമിഷം പറഞ്ഞൊരു കാര്യമുണ്ട്, പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എന്റെ ശവപ്പെട്ടിയുടെ 2 സൈഡും തുളച്ചിട്ട് 2 കൈയും പുറത്തേക്ക് ഇടണമെന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഞാൻ ഈ സമുദ്രവും കൂടെ കരയായിരുന്നെങ്കിൽ ഇതിനെയും കൂടെ പിടിച്ചടക്കിയേനെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം, ഇതെല്ലാം പിടിച്ചടക്കിയാലും ഞാൻ പോകുമ്പോൾ വെറും കൈയായിട്ടേ പോകത്തോളഞ്ഞ. സ്നേഹിത, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഈ സുവിശേഷത്തിലൂടെ പറയാനുള്ളത് അതാ. കാരണം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കൊച്ചു കേരളത്തെ കുറിച്ച് പറയുന്നത്, നമ്മുടെ കൊച്ചു കേരളം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ് നമ്മൾ അഭിമാനിക്കുന്നത്. പക്ഷെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിനകത്ത് എന്തൊക്കെയാ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ? ഓരോ ദിവസവും ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, പിടിച്ചുപറികൾ, മനുഷ്യന് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ഈ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പേര് കേട്ട ഈ കൊച്ചു കേരളം വന്നുകൊണ്ടിരിക്കുക. നമ്മളല്ല ഇതൊരു വാർത്തയായിട്ട് ഓരോ ദിവസം പത്രമെടുക്കും, ഇതൊരു വാർത്ത കേട്ടു അങ്ങനൊക്കെ കളയുന്ന പ്രിയപ്പെട്ടവരാ. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതിന്റെ പിന്നിലെന്തോ ഒരു കാരണമില്ലേ? ഇതിന്റെ പിന്നിലെന്തോ ഒരു അനുഭവമില്ലേ? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം സ്നേഹിതരെ. കാരണം ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ദിനത്തില് ഞങ്ങൾ ആ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നതിന്റെ കാര്യവും ഇതാ പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് നടന്നൊരു സംഭവമുണ്ട്. എന്തെന്നറിയാമോ? മനുഷ്യന് സ്വാതന്ത്ര്യമില്ലാത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. മനുഷ്യന് ഒരു അടിമയായിരുന്നു. നമുക്ക് ഇന്ന് വളരെ സ്വാതന്ത്ര്യമുണ്ട്. അടിമച്ചന്തയുണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ. അന്ന് നമുക്കറിയാം, മനുഷ്യൻ തന്നെ വളരെ ഭയാനകമായി പീഡിപ്പിക്കുന്ന ഒരു അനുഭവം ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ടായിരുന്നു. ഒരു ബ്രിട്ടീഷ് പൗരനായ ഒരു മിഷണറി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ താൻ കണ്ട അനുഭവം എന്താണെന്നറിയാമോ? ഈ കൊച്ചു കേരളത്തിനകത്ത് കാളയ്ക്ക് പകരം മനുഷ്യനെ വെച്ച് നില ഒഴുകുന്ന ഒരു അനുഭവം കാണുവാനിടയായി തീർന്നു. താൻ ആ അടി ശരിക്ക് കൊടുത്തിട്ട് കാളയ്ക്ക് പകരം നിലമുഴുകുവാൻ ഒരു കൊച്ചു യവനക്കാരന് ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നത് കണ്ട് തന്റെ ഹൃദയം വളരെ വേദനിക്കുവാനിടയായി തീർന്നു പ്രിയപ്പെട്ടവരെ. എന്നാൽ താൻ കടന്നു ചെന്നിട്ട് താൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഈ വ്യക്തിയെ എനിക്ക് തരണം. എന്നാൽ അന്നത്തെ സമൂഹത്തിനകത്ത് ഒരു മനുഷ്യന് 3 രൂപ വരെയുള്ളൂ. എന്നാൽ ഈ 3 രൂപയ്ക്ക് പകരം 21 രൂപ കൊടുത്ത് ആ കൊച്ചു യവനക്കാരനായ വ്യക്തിയെ ആ ബ്രിട്ടീഷ് പൗരനായ മിഷണറി മേടിക്കുവാനിടയായി തീർന്നു. ആ തന്നെ മേടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് നിനക്ക് സ്വതന്ത്രമായിട്ട് ലോകത്ത് ജീവിക്കാം. കാരണം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, അടിമനുഖത്തിൽ കിടന്ന അവസ്ഥ. കാരണം അടിമ എന്ന് പറഞ്ഞ ഒരു യജമാനന്റെ ഏത് ദാസ്യവൃത്തിയും ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ അതിന് വില കൊടുത്തു പ്രിയപ്പെട്ടവരെ. 3 രൂപയ്ക്ക് പകരം 21 രൂപ അന്നത്തെ അനുഭവത്തിൽ കൊടുത്ത് അത് വിലയുള്ള ഒരു കാലമാണ്. അത് കൊടുത്ത് ഈ അടിമയെ മേടിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് പറഞ്ഞ്, നീ സ്വതന്ത്രനായി, നീ എന്റെ കീഴില. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങൾക്ക് പറയാനുള്ള അതാ. കാരണം മനുഷ്യന് ഇന്ന് പുരോഗമനങ്ങൾ സംഭവിച്ചെങ്കിലും, ധനം വർദ്ധിച്ചെങ്കിലും, കഴിവ് വർദ്ധിച്ചെങ്കിലും മനുഷ്യൻ ഇന്ന് എന്തിന്റെയൊക്കെയോ അടിമയാ. കാരണം നമുക്ക് ഈ ലോകത്തിൽ അത് കാണുവാൻ കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യന്റെ ശരീരത്തില് ഒരു അണു പ്രവേശിച്ചാൽ നമുക്ക് ഏതെങ്കിലും ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ കഴിയും, ഈ വ്യക്തിയിൽ ഇന്ന രോഗമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്നും മനുഷ്യനകത്ത് പ്രവേശിച്ചിരിക്കുന്ന പാപത്തെ, ആ പാപത്തിന്റെ ശക്തിയെ ഇന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അനുഭവമാണെന്ന് മനസ്സിലാക്കി നോക്കണം. ഈ ലോകത്തിന്റെ ഒരു ലാബിൽ പോയി ടെസ്റ്റ് ചെയ്താലും മനുഷ്യനിൽ കുടിയിരിക്കുന്ന പാപത്തെ കാണുവാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. ഇന്ന് മനുഷ്യനെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്, പാപം എന്നുള്ളതാണ്. സ്നേഹിത, ഒരു കാര്യം ഞങ്ങൾ പറയട്ടെ, മനുഷ്യന്റെ ജീവിതം ക്ഷണികമാണ്. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, ഈ 4 തലത്തിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടവും കടന്നു പോകുക. ശൈശവത്തിൽ നിന്ന് ബാല്യത്തിലേക്ക്, ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്ക്, യൗവനത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്നു പോകുക. 4 വിരൽ നീളം പോലെയാണ് മനുഷ്യന്റെ ജീവിതമെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, ഇഷ്ടമുള്ള വഴികളിൽ നീ സഞ്ചരിക്കുക. പക്ഷെ ചോദിക്കാൻ ആരും വരത്തില്ല.
നമുക്കൊരു തോന്നലുണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, യൗവനകാലം എന്ന് പറഞ്ഞാൽ കുതിരയ്ക്ക് തുല്യമായ ഒരു ജീവിതമാ. കുതിരയുടെ ശക്തി നമുക്കറിയാം, വലിയ ശക്തരാവൻ. അവനെ കടിഞ്ഞാണിട്ടല്ലാതെ അവനെ ഒന്നിനും ഒതുങ്ങിക്കൊടുക്കത്തില്ല. കാരണം ഒരു കടിഞ്ഞാണുണ്ടെങ്കിലേ ഇത് ഒതുങ്ങിക്കൊടുക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്തും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, നമ്മുടെ കഴിവ്, നമ്മുടെ ബലം, നമ്മുടെ പ്രൗഢി, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യത്തിലൊക്കെ നമ്മൾ പ്രശംസിക്കുന്നവരല്ലേ പ്രിയപ്പെട്ടവരെ. ഞാനെന്തോ ആണ്, എന്നോട് ചോദിക്കാൻ ആരുമില്ല. ഈ ലോകത്തിന്റെ നിയമങ്ങളും നിയമ സംഹിതകളും ഇച്ചിരി പൈസയൊക്കെ നമ്മുടെ കൂടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കും ലോകം മുഴുവൻ എന്റെ കൈക്കീഴിലാണെന്ന്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം സ്നേഹിത, ഒരു ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലാക്കണം. നാം ചെയ്യുന്നതിന് തക്കവണ്ണം നമുക്കൊരു ശിക്ഷാവിധി ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ പലപ്പോഴും പലരും പറയും ഇവർക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. നല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഒന്നേ ഉള്ളൂ. അത് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഓരോ ദിവസമുള്ള ജീവിതം ക്രമീകരിക്കാൻ. കാരണം പാപത്തിന്റെ ശക്തി ഈ ലോകത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാ. മദ്യപാനം, കഞ്ചാവും, മയക്കുമരുന്നും ഈ ലോകത്തെ പൂർണ്ണമായി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാ. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചിട്ട് എന്റെ മകൻ തിരിച്ചെങ്ങനെ വരുമെന്നോർത്ത് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുകയാ. എന്റെ മകൾ എങ്ങനെ വരുമെന്ന് കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുന്നമേ സഹോദരങ്ങൾ ആൺകുട്ടികൾ മാത്രമേ അല്ലെങ്കിൽ ആണായി പിറന്നവർ മാത്രമേ മദ്യപിക്കത്തോളായിരുന്നു. ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്താ കേൾക്കുന്ന വാർത്ത എന്താ? സഹോദരിമാർ മദ്യപിച്ചിട്ട് വഴിയിൽ കിടന്ന് ആടുന്ന കാഴ്ച. എന്താ പ്രിയപ്പെട്ടവരെ ഇത് ഈ കാലഘട്ടം? അത് പറയാനാ ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. സ്നേഹിത, ഇതൊരു അന്ത്യ കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാ. ദൈവവചനം പഠിക്കുമ്പോ ലോത്തിന്റെ കാലം പോലൊരു കാലം, നോഹയുടെ കാലം പോലൊരു കാലം, ഈ കാലം അതാണ് പ്രിയപ്പെട്ടവരെ. എന്താ ലോത്തിന്റെ കാലം? ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കാം. ആണിന് ആണിനെ കെട്ടാം, പെണ്ണിന് പെണ്ണിനെ കെട്ടാം, ഏതും മ്ലേച്ഛതയും ചെയ്യാം. അത് പാപമെന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത രീതിയിൽ മനുഷ്യനെ ഇന്ന് പാപം പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാ. ഇതാ ലോത്തിന്റെ കാലം. നോഹയുടെ കാലം എന്താണെന്ന് അറിയാമോ? 120 വർഷം നോഹ ഞങ്ങൾ ഈ പറയുന്നത് പോലെ ഓരോ കവലകളിലും ചെന്നെന്ന് പറഞ്ഞ് മാനസാന്തരപ്പെടണം, കർത്താവിനെ വിശ്വസിക്കണോ. കാലം തിരഞ്ഞിരിക്കുകയാ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. പക്ഷെ ഇത് ചെവി കൊടുക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. എല്ലാവരും പരിഹസിച്ച് നോഹയ്ക്ക് വട്ടാണെന്ന് പറഞ്ഞു വിടുവാനിടയായി. നോഹ പറഞ്ഞു മഴ വരുന്നു, ഭൂമിയെ ന്യായവിധിക്കാൻ പോകുന്നു, ഭൂമിയിലൊരു ന്യായവിധി നടക്കാൻ പോകുന്നു. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും ന്യായവിധിയിൽ നശിച്ചു പോകും. അതുകൊണ്ട് ഞാനൊരു പെട്ടകം ദൈവം പറഞ്ഞ അനുസരിച്ച് ഉണ്ടാക്കുകയാ, നിങ്ങളത് കയറാൻ പറഞ്ഞു. പക്ഷെ ഒരു വ്യക്തി പോലും കയറിയില്ല. ഭൂമിയിൽ ജലപ്രളയം വന്നു, ന്യായവിധി ഉണ്ടായി, എല്ലാ ജനവും നശിച്ചു. നോഹയുടെ കുടുംബമായ 8 പേര് മാത്രം പെട്ടകത്തിൽ കയറി. സ്നേഹിത, അതുപോലെ സംഭവിക്കും മനുഷ്യപുത്രന്റെ വരവിങ്കലോ. കർത്താവിന്റെ വരവ് സത്യമാ. ഈ ലോകത്തിന്റെ ഓരോ സംഭവങ്ങൾ നിങ്ങളൊന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചെടുത്തു നോക്കിക്കേ. സത്യവേദ പുസ്തകം വ്യക്തമായി പറയുന്നു, കർത്താവിന്റെ വരവ് സംഭവിക്കുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞത് അക്ഷരീയമായി. ഇന്ന് ഈ ലോകത്തിന് നമ്മൾ അതിന്റെയൊക്കെ സാക്ഷികളാണ് പ്രിയപ്പെട്ടവരെ. യുദ്ധങ്ങൾ നടക്കുന്നു, യുദ്ധശ്രുതികൾ നടക്കുന്നു, മഹാവ്യാധികൾ. നിങ്ങൾ ചിന്തിക്കും കോവിഡ് വന്ന് പോയി രക്ഷപ്പെട്ടു. ഇല്ല സ്നേഹിത, ഇല്ല സഹോദര, ഇതിലും മഹാവ്യാധി ഈ ലോകത്തിൽ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പൊ വന്നതിനേക്കാൾ വലിയ വ്യാധികള് ഈ ലോകത്തിനകത്ത് കടന്നു വരും. അപ്പൊ ഞങ്ങൾ ഈ സുവിശേഷം പറയുന്നതിന്റെ സാരാംശം എന്താണെന്നറിയാമോ? ഇതെല്ലാം സംഭവിക്കുന്നതിന് മുന്നമേ നീ പാപത്തെ ത്യജിച്ചു കളഞ്ഞ് ഒരു നല്ല വ്യക്തിയായി, ഒരു നല്ല മനുഷ്യനായി, നിന്റെ ഭാര്യയ്ക്ക് നല്ല ഭർത്താവായി, നിന്റെ മക്കൾക്ക് നല്ലൊരു അപ്പനായി, സമൂഹത്തിന് നല്ലൊരു പൗരനായി ജീവിക്കാനാ ഈ സുവിശേഷം പറയുന്നത്. ഈ സുവിശേഷത്തിന് അത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ. ഈ സുവിശേഷത്തിന് മാത്രമേ ഈ ലോകത്തിൽ എന്തെല്ലാം മാറ്റം സംഭവിച്ചിട്ടുണ്ടോ അത് സുവിശേഷം വന്നെടുത്ത. ഒരു ഭവനത്തിൽ സുവിശേഷം വന്നാൽ ആ ഭവനത്തിന് മാറ്റം വരും. ഒരു പട്ടണത്തിൽ സുവിശേഷം വന്നാൽ ആ പട്ടണത്തിന് മാറ്റം വരും. നിങ്ങൾ ഓരോ സുവിശേഷം വന്ന ഓരോ അനുഭവങ്ങളെയും എടുത്തു നോക്കിക്കേ, അവിടെ മാറ്റം സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണാലെ കാണുവാനിടയായിത്തീരും. ഈ സുവിശേഷത്തിന് ശക്തിയുണ്ട്. ഈ സുവിശേഷം എന്നുള്ളത് എന്താണെന്ന് അറിയാമോ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ
യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം. ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല സ്നേഹിതരെ. കാരണം പാപത്തിൽ ജീവിച്ചു, പാപത്തെ സ്നേഹിച്ചു, പാപത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ച വ്യക്തികളാണ് ഞങ്ങൾ. ഇതാണ് ഈ ലോകത്തിന്റെ എല്ലാം എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ പണമുണ്ട്, പണമുള്ളത് കൊണ്ട് ഈ പണം ഉപയോഗിച്ച് ഈ ലോകത്തിൽ എന്ത് വിലക്കെടുക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയട്ടെ സ്നേഹിത, പണം കൊടുത്താൽ നിനക്ക് വീട് മേടിക്കാം, പണം കൊടുത്താൽ നിനക്ക് കാറ് മേടിക്കാം, പണം കൊടുത്താൽ നീ ഇച്ഛിക്കുന്നത് എന്തും മേടിക്കാം. പക്ഷേ നിന്റെ അകത്തൊരു ആത്മാവുണ്ട്. ആത്മാവിനെ നേടുവാൻ നിന്റെ പണം കൊണ്ടോ നിന്റെ ഈ ലോകത്തിന്റെ സ്വത്ത് കൊണ്ടോ നിന്റെ യാതൊന്നും കൊണ്ട് കഴിയത്തില്ല സ്നേഹിത. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നിർമ്മലമായ സുവിശേഷം വിളിച്ചു പറയുന്നത്. മനുഷ്യനെ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മനുഷ്യൻ എന്ന പേരിനർത്ഥം മനനം ചെയ്യുവാൻ കഴിവുള്ളവനെന്നാണ്. മനനം എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ കഴിവുള്ളവനാണ്. നമുക്ക് ലോകത്തിലെ പട്ടി ചിന്തിക്കത്തില്ല, പൂച്ച ചിന്തിക്കത്തില്ല, ഈ ലോകത്തിലെ ഒരു മൃഗങ്ങളും ചിന്തിക്കാറില്ല പ്രിയപ്പെട്ടവരെ. പക്ഷേ ചിന്തിക്കുന്ന ആരാണെന്ന് അറിയാമോ? മനുഷ്യന് മാത്രമേ ചിന്തിക്കാൻ കഴിവുള്ളൂ. ഞാൻ ചെയ്യുന്നത് പാപമാണെന്ന് ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് ചിന്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയത്തുള്ളൂ. അപ്പോൾ ദേഹം, ദേഹി, ആത്മാവെന്ന 3 ഘടകങ്ങളാ ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദേഹവും ദേഹിയും ഈ മണ്ണിനോട് ചേരും. പക്ഷെ ദൈവം ഊതിയിരിക്കുന്ന ഒരു ആത്മാവുണ്ട്. ഈ ആത്മാവ് നഷ്ടപ്പെട്ട ആ മനുഷ്യന് വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? അല്പസമയമെന്നേ തോമസ് എന്ന് വിളിച്ചവന്റെ പേര് ജനം മാറ്റി പറയും. ഞങ്ങൾ ആ ജഡം കാണാൻ പോവുകയാണ്, ഞങ്ങൾ ആ ശവം കാണാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പുകഴ്ചയെടുക്കാൻ ഒന്നുമില്ലെന്ന് നാം തിരിച്ചറിയണം സ്നേഹിത. ഒരുപക്ഷെ നമ്മുടെ യൗവനത്തിന്റെ ശക്തി, നമ്മുടെ പണത്തിന്റെ ശക്തി, നമ്മുടെ കൂട്ടുകാരുടെ ശക്തി, ഇതൊക്കെ നമ്മുടെ പിന്നിലുള്ളപ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു അനുഭവം ഉണ്ടാകാം. എന്നാൽ നമ്മളൊരു തിരിച്ചറിവ് മനുഷ്യന്റെ അകത്തളത്തിൽ ഉണ്ടാകണം. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടിതാവുണ്ട്. ഇതൊന്നും തനിയെ ഉണ്ടായതല്ല പ്രിയപ്പെട്ടവരെ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ആകാശത്തിന് തൂണുണ്ടോ? നിങ്ങൾ എവിടെങ്കിലും ഇത് തൂണിനകത്ത് നിർത്തിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു തൂണുമില്ലാതെ നിൽക്കുന്ന ഒരു സംഭവമാണ് ആകാശം. നമുക്കൊരു 4 നില ബിൽഡിങ്ങോ 2 നില ബിൽഡിങ്ങോ വെക്കണമെങ്കിൽ എത്ര തൂണ് വെക്കണം? ആ തൂണിനകത്ത് അത് നിൽക്കത്തോളൂ. പക്ഷെ ഒരു തൂണില്ലാതെ ആകാശത്തെ വിരിച്ചിരിക്കുന്ന രക്ഷിതാവായ ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമ്മുടെ അകത്തളത്തിൽ ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വരുന്നത്, പാപമനുഷ്യനെ കീഴടക്കാൻ പാപം അവന്റെ കൂടെ ചേർന്ന് നടക്കുകയാണ്. പക്ഷെ പാപത്തിന് അടിമപ്പെട്ടു പോകല്ലേ. പാപത്തിന്റെ സുഖം താൽക്കാലികമാണ്. പാപം ചെയ്തുള്ള സുഖം കിട്ടുന്നത് അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് താൽക്കാലികമാണ്, അത് താൽക്കാലികമാണ്. സഹോദര, സ്നേഹിത, നീ മദ്യത്തിനോ മയക്കമരുന്നിനോ കഞ്ചാവിനോ ഒക്കെ അടിമപ്പെട്ട് നീ ഇന്ന് രാത്രി മദ്യപിച്ചാൽ നീ സുഖമായിട്ടുറങ്ങും. കാരണം അതിന്റെ എഫക്ട് നിമിത്തം എന്താ? അതുകൊണ്ട് നിനക്ക് നിന്റെ മനസ്സിന്റെ വിഷമം മാറുമോ? മനസ്സിന്റെ വിഷമവും വേദനയൊക്കെ മാറാനാ നമ്മൾ എന്തോ ചെയ്യുന്നത്? 1000 രൂപ അധ്വാനിച്ചിട്ട് 500 രൂപ കൊണ്ടുചെന്ന് അവിടെ മദ്യശാലയ്ക്ക് കൊടുക്കും. അവര് നല്ല സുഖകരമായ മെത്തയിലും സുഖകരമായ അനുഭവത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ തലമുറ എങ്ങനെയാണെന്ന് ചിന്തിച്ചു നോക്ക് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അധ്വാന ഫലം നമ്മുടെ കുഞ്ഞുങ്ങൾ തിന്നുമെന്ന സത്യവേദപുസ്തകം പറയുന്നത്. അതിന് ദൈവത്തെ ഭയപ്പെടണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നു. അപ്പൊ ദൈവഭയം നഷ്ടപ്പെട്ടത് കൊണ്ട് നമ്മുടെ അധ്വാന ഫലം മറ്റുള്ളവർ കഴിക്കുന്നത്. സ്നേഹിത, ഇന്ന് നീ പാപത്തിലാണോ ജീവിക്കുന്നത്? മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാവിനോ അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഓടുന്ന ഒരു ജീവിതമാണോ ഇന്ന് നീ ഇവിടെ നിർത്ത് സ്നേഹിത. കാരണം എല്ലാത്തിനെയും ന്യായം വിധിക്കുന്ന ഒരു ന്യായകർത്താവുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന ചെറുതും വലുതുമായ ഓരോ പ്രവർത്തിക്കും ഒരു ന്യായവിധി ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു വെള്ള സിംഹാസനമുണ്ടെന്ന് മനസ്സിലാക്കണം. അതിന്റെ അകത്തൊരു ന്യായവിധി ഉണ്ട്. ഒരു ഓർമ്മയുടെ പുസ്തകമുണ്ട്. സത്യവേദ പുസ്തകം വ്യക്തമായി വിളിച്ചു പറയുക. സ്നേഹിത, നീ മദ്യത്തിനോ മയക്കുമരുന്നിനോ കഞ്ചാവിനോ പാപത്തിന്റെ പ്രവൃത്തികൾക്കോ അടിമപ്പെട്ട് നിന്റെ ജീവിതം നീ സ്വയം നശിപ്പിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയാം, അരുതേ, നിന്റെ ജീവിതം നീ നശിപ്പിക്കരുതേ. നിന്റെ ജീവിതം നീ യേശുവിന് വേണ്ടി കൊടുത്താൽ നിന്റെ ജീവിതത്തിന് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ
രക്ഷിക്കുവാൻ കഴിവുള്ളൊരു നാമമുണ്ട്, യേശുവിന്റെ നാമമാണ്. ഞങ്ങൾ അതെന്താ പറയുന്നറിയാമോ? ചരിത്രത്തെ രണ്ടായി തിരിച്ച, ചരിത്ര പുരുഷനായി അവതരിച്ച, ഈ ലോകത്തിൽ വന്നിട്ട് ചരിത്രത്തിന്റെ താളുകളില് ഇന്ന് ചരിത്രം പറയണമെങ്കിലോ യേശുവിനെ കൂടാതെ ഒരു ചരിത്രമില്ല പ്രിയപ്പെട്ടവരെ. ചരിത്ര പുരുഷനാ കർത്താവായ യേശു ക്രിസ്തു. ആ ചരിത്ര പുരുഷനായ യേശു ക്രിസ്തു എന്തിനു വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ തന്നെ ബലിമരണമാക്കിയതെന്ന് ചോദിച്ചാൽ, ഇവിടെ ജനിച്ച, ഇവിടെ ജീവിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, പ്രത്യേക മതത്തിനു വേണ്ടിയല്ല. സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, മരണശേഷം ഒരു ജീവിതമുണ്ട്. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം. എല്ലാവരും അത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ കേരളക്കരയിലെ മുനിമാർ ഇങ്ങനെ പാടി, തമസോമാ ജ്യോതിർഗമയ, ഇരുട്ടിൽ ഞങ്ങളെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, അസതോമാ സത്യമയ, അസത്യത്തിൽ സത്യത്തിലേക്ക് നയിക്കണമേ, മൃത്യോമാ അമൃതംഗമയ, മരണത്തിൽ നിത്യമായ ജീവനിലേക്ക് ഞങ്ങളെ ഒന്ന് നയിക്കണമേ. ആർക്ക് പറ്റും സ്നേഹിത? എന്റെ യേശു പറഞ്ഞു, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിൽ ഒരു മനുഷ്യനായി വന്ന് ജീവിച്ചിട്ട് മരിക്കുവാനിടയായത്. ഒരു മരം സ്ഥാപിക്കുവാൻ വന്ന വ്യക്തിയല്ല. മാനവകുലത്തെ അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിൽ നിന്ന് അവനെ വിടുവിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അവരെ മൗനിമാർ ആഗ്രഹിച്ചു, തമസോമ ജ്യോതിർഗമയ, ഇരുട്ടിന് വെളിച്ചത്തിലേക്കൊന്ന് നയിക്കണമേ. കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. പ്രിയ സഹോദര, സ്നേഹിത, വെളിച്ചമുണ്ടെങ്കിലേ തപ്പിത്തടയാതെ യാത്ര ചെയ്യാൻ പറ്റൂ. വെളിച്ചമില്ലെങ്കിൽ ആ വ്യക്തി കുണ്ടിലും കുടിയിലുമാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ യേശു കർത്താവാകുന്ന വെളിച്ചത്തിലേക്ക് നീ അടുത്തു വന്നാൽ നീ എത്ര പാപം ചെയ്ത വ്യക്തിയായിക്കൊള്ളട്ടെ. പ്രിയ സ്നേഹിത, പാപം ചെയ്ത് ഇനി എനിക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല, ഞാൻ പാപത്തിലാണ് ജീവിക്കുന്നത്, പാപത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് പറഞ്ഞു ഇനിയും വീണ്ടും വീണ്ടും പാപത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? എന്നാൽ വിളിച്ചു പറയട്ടെ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം നിത്യമായ ന്യായവിധിയാണ്. സ്നേഹിത, കുഞ്ഞേ, പിതാവേ, നീ ന്യായവിധിക്ക് അകപ്പെടുക ഇടയാകല്ലേ. ഈ നിർമ്മലമായ സുവിശേഷം ഞങ്ങൾ അതുകൊണ്ടാണ് വിളിച്ചു പറയുന്നത്. ഒരുപക്ഷേ നമ്മുടെ കഴിവ്, നമ്മുടെ പ്രൗഢി, നമ്മുടെ ഭൂസത്ത്, നമ്മുടെ സൗന്ദര്യത്തിലൊക്കെ നമ്മൾ പ്രശംസിക്കുന്നവരാ. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം ചോദിക്കുക, മൂടാ, ഇന്ന് രാത്രി നിന്റെ ആത്മാവെടുത്താൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? നീ ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക, ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുക. എന്നിലൊരു ആത്മാവ് പകർന്നിട്ടുണ്ട്. ഇത് പോയാൽ എന്റെ പേര് ജഡമെന്ന ഞാൻ പ്രശംസിക്കുന്നത് ജഡത്തിലല്ലേ? ഈ ജഡത്തിന് വേണ്ടിയാണോ ഞാൻ ഈ പാപം ചെയ്ത് ജീവിക്കുന്നത്? ഇതിനെ സന്തോഷിപ്പിക്കാനാണോ ഈ പാപത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നത്? സ്നേഹിത, ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ സർവേശ്വരനായ ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് മറ്റൊന്നുമല്ല. ദൈവം ഭൂമിയിൽ മനുഷ്യനെ ആക്കിയത് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ. നീ നിന്റെ സ്വത്ത് കൊടുക്കണ്ട, നിനക്കുള്ളതൊന്നും കൊടുക്കണ്ട, നീ ദൈവത്തെ ആരാധിക്കണം. അവൻ ആരാധനയ്ക്ക് യോഗ്യനാ, അവൻ പുകഴ്ചയ്ക്ക് യോഗ്യനാ. ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെന്ന് നോക്കുകയെ ദൈവ സ്വർഗത്തിലിരിക്കുമ്പോൾ നീ ആ ബുദ്ധിമാന്മാരുടെ ഗണത്തിൽ പെടുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. സ്നേഹിത, അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, മനുഷ്യന്റെ ജീവിത ക്ഷണികമാ, സൗന്ദര്യം ക്ഷണികമാ. നമുക്കറിയാം, മാറാ രോഗങ്ങളാൽ സൗന്ദര്യം നഷ്ടപ്പെട്ട്, ധനം നഷ്ടപ്പെട്ട് അനേകർ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വ്യർത്ഥമാണ്, ഇതെല്ലാം ഒന്നുമില്ല. നീ പ്രശംസിക്കുന്നതൊക്കെ ശൂന്യമാണ്. എന്നാൽ നിന്റെ അകമേരിക്കുന്ന ആത്മാവ് വിലയേറിയതാ, അത് ദൈവത്തിൻ്റെതാ, അതിന്റെ ഉടയവൻ ദൈവമാ. നിന്നെ അത് ഊരിയിരിക്കുകയാ. നിന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് നീ ഒരു നല്ല വ്യക്തിയായി ജീവിക്കാനാ. സ്നേഹിത, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, പാപം മനുഷ്യരിൽ ഇരിക്കുന്നിടത്തോളം കാലം അവന് ദൈവത്തെ കാണാൻ കഴിയത്തില്ല, അവന് വെളിച്ചത്തിലൂടെ സഞ്ചരിക്കാൻ പറ്റത്തില്ല. പാപത്തെ ഉപേക്ഷിച്ചാൽ മാത്രമേ സത്യ വെളിച്ചമായ ക്രിസ്തുവിനെ കാണുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ വഴിയറിയാതെ
ഇരുട്ട് തപ്പിത്തടഞ്ഞ് ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കും? എന്റെ ജീവിതത്തിന്റെ അന്ത്യം എന്താകും? ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരുപക്ഷെ ഒരു പിടി കയറിലോ ഒരു വിഷക്കുപ്പിയിലോ ഒക്കെ അസ്തമിക്കാനുള്ളതാണെന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ സ്നേഹിത, അതിനല്ല നിന്നെ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുന്നത്. ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് ഭാര്യയ്ക്ക് നല്ലൊരു ഭർത്താവായി, മക്കൾക്ക് നല്ലൊരു പിതാവായിട്ട്, നല്ല സമൂഹത്തിന് നല്ലൊരു പൗരനായി. ഓരോ പൗരനും നന്നാകുമ്പോൾ ഈ സമൂഹമാ നന്നാവുന്നത്. ഓരോ വീടും നന്നാകുമ്പോൾ ഈ സമൂഹമാ നന്നാവുന്നത്. സ്നേഹിത, ഇത് മതം മാറുന്ന വഴിയല്ല. ഒരു പക്ഷേ പലരും തെറ്റിദ്ധരിച്ചിരിക്കുക, ഇവർ പറയുന്നത് മതം മാറ്റാനാണെന്ന്. മതമുണ്ടാക്കിയത് മനുഷ്യനാ. മതം അഭിപ്രായമാണ്. മതം ആരെയും രക്ഷിച്ചിട്ടില്ല. ഒരു മതവും ആർക്കു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ മതത്തിലുപരിയായി, അതിനപ്പുറമായി യേശു കർത്താവ് മനുഷ്യനെ സ്നേഹിച്ചാണ് കടന്നു വന്നത്. സ്നേഹിത, അതുകൊണ്ട് നിന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിനെ നേടാൻ ഒറ്റയൊരു വഴിയേ ഉള്ളൂ. നീ പാപത്തിൽ ജീവിക്കുന്നെങ്കിൽ ഏറ്റുപറ. നീ ഇരിക്കുന്നിടത്ത് പറ, യേശുവേ, ഞാൻ പാപം ചെയ്തു പോയപ്പാ, ദൈവവേദസന്നിൽ നഷ്ടപ്പെട്ടു പോയപ്പാ, നിന്റെ സാന്നിധ്യം എന്നുള്ള മാറിപ്പോയപ്പാ എന്ന് പറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് നിന്റെ കൊച്ചു ഹൃദയം കൊടുത്തു കർത്താവിന് വേണ്ടി ജീവിക്കാൻ നീ ഒരു തീരുമാനമെടുത്താൽ ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന പ്രതിസന്ധി യേശു നിന്നെ വിടിവിപ്പാനിടയായി തീരും. നീ കടന്നു വന്ന പ്രശ്നത്തിന് യേശു പരിഹാരം തരും. ഒരു പക്ഷേ എനിക്ക് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ ഇനി കഴിയത്തില്ല, ഞാൻ പരാജിതനാണെന്ന് പറഞ്ഞു പരാജയത്തിന്റെ കണക്ക് പറയുന്ന വ്യക്തിയാണോ താങ്കൾ? എന്നാൽ യേശു പറയാ, ഓ, നീ പരാജയപ്പെട്ടവനല്ല, നിന്നെ വിജയത്തിലേക്ക് നടത്താനോ യേശു കടന്നു വന്നത്. അതുകൊണ്ട് യേശുവിന് വേണ്ടി നിന്റെ കൊച്ചു ഹൃദയം കൊടുക്കുക. നീ യേശുവിന് വേണ്ടി നിന്റെ മനസ്സ് കൊടുക്കുക. ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. വെളിപ്പാട് 20-15 വാക്യം പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെ തീപ്പയ്യൽ തള്ളിയിടും. ഇപ്പൊ തീപ്പയ്യ പോകല്ലേ, നിത്യമായ നരകത്തിൽ പോകല്ലേ, സ്വർഗരാജ്യത്തിലെത്തുവാൻ ഈ സുവിശേഷം വിശ്വസിച്ച ഒരു നല്ല മകനായി മനുഷ്യർക്കും ദൈവത്തിനും ബോധ്യമുള്ള ഒരു നല്ല വ്യക്തിയായി തീരുവാൻ ഈ സുവിശേഷം നിമിത്തമിടയാകട്ടെ. ദൈവം അതിനായി ദേശനിവാസികളെ സഹായിക്കട്ടെ. കർത്താവ് വരാറായി. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ വചനം പോലെ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് നോഹയുടെ കാലം പോലെയും ലോത്തിന്റെ കാലം പോലെയും ജീവിച്ച് നശിച്ചു പോകാതെ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാറാ